അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? എല്ലാവരിലും ദൈവമുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് മാത്രം ആളുകൾ വരുന്നു, അമ്മയുടെ അടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നു, അതെന്തുകൊണ്ടാണ്? ശ്രീകോവിൽ തുറക്കാൻ സമയമാണ്, പക്ഷിമൃഗാദികളെല്ലാം ഉണർന്ന സമയമാണ്, ഭാഗ്യവതിയായ ഒരു മകളെയാണ് കിട്ടിയിരിക്കുന്നത്. പല ഗുരുക്കന്മാരും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. അതെന്തുകൊണ്ടായിരിക്കും? ദൈവങ്ങൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, ബോധമില്ല എന്നൊക്കെ. അത് വിഡിത്തല്ലേ പിന്നെ. ദൈവീകത എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. പ്രകൃതിക്ക് ബുദ്ധിയും വിവരവും ബോധവും ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കിട്ടുക? നിങ്ങളുടെയൊക്കെ എത്രയോ തലമുറയ്ക്ക് മുന്നേ തന്നെ പ്രകൃതി എന്ന് പറയുന്നതിനെ ദേവിയായി കണ്ട ഒരു മഹാ കവി ഉണ്ടായിരുന്നു, കാളിദാസൻ, കാളിയുടെ ദാസൻ, നമ്മുടെ ഓമന പുത്രൻ എന്ന് വേണം പറയാം. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആളുണ്ടായത് തന്നെ. കാരണം ആശുപത്രി കിടക്കയിൽ ഈ രണ്ട് കയ്യിലും സലൈനും ഗ്ലൂക്കോസും കയറ്റിക്കൊണ്ടിരുന്നു. ഡോക്ടർമാർക്കൊക്കെ അന്ന് ഭയങ്കര അതിശയമായിരുന്നു. അതങ്ങോട്ട് കയറും, വായിക്കൂടെ ഇങ്ങോട്ട് വരും, ഉള്ളിലേക്ക് പോവില്ല. എൻ്റെ കുഞ്ഞിന് ഇന്നും വേദനയുള്ള ഒരു വിഷമം. അതിന് അമ്മയുടെ ഒരു തുള്ളി ജലം പോലും അതിന് കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞല്ല. പക്ഷെ എല്ലാം കൊണ്ടും പൂർണ്ണതയിൽ തന്നെയാണ് ആൾ ജനിച്ചത്. ആൾ ജനിക്കുന്ന സമയം തന്നെ ഏർലി മോർണിംഗ് 3:57 ആൾ ജനിച്ചത് തന്നെ. അന്ന് ഡോക്ടർ ശ്രീദേവി അമ്മ പറയുണ്ടായി, കുഞ്ഞ് അമ്പലങ്ങളിലെ നിർമാല്യത്തിൻ്റെ ശ്രീകോവിൽ തുറക്കാൻ സമയമാണ്, പക്ഷിമൃഗാദികളെല്ലാം ഉണർന്ന സമയമാണ്, ഭാഗ്യവതിയായ ഒരു മകളെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ആളത് അംഗീകരിക്കാൻ പറഞ്ഞാൽ ആൾക്ക് അമ്മ എന്നുള്ള ഒരിത് തന്നെയല്ലേ, സ്നേഹത്തിൻ്റെ ഒരിതായിരുന്നു. എനിക്കധികം സ്നേഹിക്കാനൊന്നും കൂട്ടുകുടുംബമായതുകൊണ്ട് അതിനുള്ള കാരണം ഉണ്ടായിട്ടില്ല. എങ്കിലും ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയെ നല്ല സ്നേഹിച്ചിരുന്നു. പക്ഷേ 1.25 വർഷം എൻ്റെ അമ്മ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം അറിയണം എന്നുള്ള അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിൽ പോലും ആൾക്ക് ഭയങ്കര കാര്യങ്ങളെല്ലാം വളരെ ചിന്താശേഷിയുള്ള ആളാണ്. നല്ലോണം ഒരു കാര്യം കൃത്യമായും അത് തെളിവായാൽ മാത്രമേ ആൾ അംഗീകരിക്കൂ. അതെ, ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ മകളാണ് കൂടുതൽ അമ്മയെ തള്ളി വിടുന്നത്. അമ്മ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം അയാളുടെ അനുഭവമാണ്. കാരണം അമ്മയ്ക്കൊരു ദീപാരാധന ഇല്ലാതിരിക്കുമ്പോഴും ഒരു അമ്മയുടെ നൈവേദ്യം കിട്ടാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന അമ്മയിലുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം എന്നെ പിന്തുടർന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും അവരെല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ദുരിതങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് ഏൽക്കാതെ ഏറ്റെടുക്കുമ്പോൾ അത് എനിക്ക് അതിൻ്റേതായ ക്ഷീണം ഉണ്ടാവും. ഇതിനറിയാമല്ലോ, ഒരു നേരം നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എനർജി കുറയും. അപ്പോൾ അതിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സമയം നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ ദൈവീകതയ്ക്കായാലും നമ്മൾ പ്രകൃതിക്കായാലും അതാത് സമയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ പോകണം. അപ്പോൾ അതേപോലെ ആൾക്ക് ഇപ്പോൾ അമ്മയുടെ കാര്യത്തിൽ എല്ലാം കൊണ്ടും, കാരണം ദേവാലയത്തിലായിട്ട് ഇരുന്ന ആളാണ്, ആ ആളിന് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. യാഗമാണ് അമ്മയ്ക്ക് പ്രധാനപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത്. യാഗത്തിൽ നിന്നുള്ള ഹവിസാണ് അമ്മയുടെ സ്വീകാര്യത. കാരണം അത് സ്വീകരിക്കുമ്പോൾ പ്രകൃതിയാണ് അത് ഏറ്റെടുക്കുന്നത്. പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും അത് ആവശ്യകതയാണ്. അപ്പം അതുകൊണ്ട് ആൾക്ക് അത് ആ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഈ 1.25 വർഷം ആൾ തപം ചെയ്യും പോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മ ഏതാണെന്നറിയാം. അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോസ്റ്റലിലുള്ള കുഞ്ഞിന് ഉടനെ തന്നെ കുയിലിൻ്റെ നാദം കേൾക്കും. കുയിൽ സംസാരിക്കുന്ന പിന്നെ ആൾക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ സംസാരിക്കുന്ന വേളയിൽ ഒരുപാട് അമ്മയുടെ അത്ഭുത കാര്യങ്ങൾ, അതായത് മിറാക്കിൾസ്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇത് കോയിൻസിഡൻ്റ് ആണോ അതോ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ പറയുന്നത് ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാർ, അതായത് ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പല ഗുരുക്കന്മാരും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. അതെന്തുകൊണ്ടായിരിക്കും? അത് അവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് മാത്രം താങ്ങാതെ വരുമ്പോഴാണല്ലോ നമ്മളിപ്പോൾ മുകളിലോട്ടുള്ള ആൾക്കാരെ ആശ്രയിക്കുന്നത്. അന്ന് പറഞ്ഞതുപോലെ അവരറിയുമ്പോൾ എന്നാൽ പോയി ഒന്ന് കണ്ടാൽ നമ്മളുടേതായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ അധികം പേരും വരുന്ന ഹീലർമാരെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പഠിച്ചെടുത്തിട്ട് ഹീൽ ചെയ്യാൻ പുറപ്പെടും. ഡോക്ടർമാരെ പോലെ തന്നെ MBBS പഠിക്കും പോലെ തന്നെ അവരും പഠിച്ചിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്ത് വന്നപ്പോൾ അവസാനം ഈ ഹീലർക്ക് തീരെ വയ്യാണ്ടായി. അപ്പോൾ സ്വയം ഹീൽ ചെയ്യുന്നതിനോടൊപ്പം അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് പണ്ട് മുതലേ പ്രപഞ്ചത്തിൽ നിന്നുള്ള ശക്തിയെ എടുത്ത് നമുക്ക് ഹീൽ ചെയ്യാം. പ്രപഞ്ചത്തിലെ ശക്തികളെ എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തൊട്ട് കളിക്കുമ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളതും കൂടെ അവർ അനുഭവിക്കുകയാണ്. നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവങ്ങളെ വളരെ പുച്ഛിക്കുന്നുണ്ടതാണ്. ക്ഷേത്രത്തിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ ഓരോ നേർച്ച ചെയ്യും. ഈ നേർച്ചകൾ ഇപ്പോഴാണ് തുടങ്ങിയത്. പണ്ടൊന്നും നേർച്ചകളില്ലല്ലോ. അവനവൻ്റെ വീട്ടിലുള്ള ശക്തിയെ അവരിലൊരാളായി കണ്ട്, ഇപ്പം അമ്മ കുഞ്ഞിനോട് പറഞ്ഞ പോലെ നിങ്ങളിലൊരാളായി കാണുക. അപ്പോൾ എന്താണ്? നിങ്ങളുടെ കുടുംബത്തിലൊരംഗമാണ്. ആ അംഗത്തിനോട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം അല്ലേ? നിങ്ങളുടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും അങ്ങോട്ട് പറയാം. അവരത് കൈക്കൊള്ളും. നിങ്ങളെ അതുപോലെ കാത്തു സൂക്ഷിക്കും. ഒരു അമ്മയെ കുഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു അമ്മ കുഞ്ഞിനെ മനസ്സിലാക്കും അല്ലേ? എൻ്റെ ഉദരത്തിൽ പേറുന്ന സമയം മുതൽ ആ കുഞ്ഞിനെ അമ്മ നന്നായി മനസ്സിലാക്കും. ഒരു കുഞ്ഞ് എത്ര ജനിച്ച് അമ്മയുടെ പ്രായത്തിലെത്തിയാൽ പോലും അമ്മയെ മനസ്സിലാക്കി എടുക്കാൻ സാധ്യമാണ് അല്ല എന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു രീതി പോലെ തന്നെയാണ് നമ്മൾ ദൈവികതയും കാണുന്നത്. ആദ്യകാലം ഇവിടെ ദൈവം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ ആർക്കും അറിയില്ല. വെറും കാടും തന്നെ ആയിരുന്നില്ല. ആ കാട്ടിലെ ആദിവാസികൾ വെട്ടിത്തെളിച്ച് ഓരോ ശക്തി. അപ്പോൾ പ്രകൃതിയെയാണ് അവർ ആശ്രയിച്ചത്. അറിയാമല്ലോ, ചരിത്രങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനെയും മഴയെയും കാറ്റിനെയും എല്ലാം ആശ്രയിച്ചിരുന്നു. ദൈവമായിട്ട് അവരെ കണ്ടിരുന്നു. അവർക്കൊരു രൂപമോ ഭാവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഋഷിമുനിമാരുടെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഋഷിമുനിമാർക്ക് കാണിച്ചു കൊടുത്ത രൂപഭാവങ്ങളാണ് പിന്നീട് സാധാരണ ആളുകളിലേക്ക് അവർ പകർന്നു കൊടുത്തത്. കാരണം ഇപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ അമ്മ വന്ന് നോക്കുമ്പോൾ അമ്മ സാധാരണ ഒരാളായിട്ടിരിക്കുന്നു. അത് ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കാഴ്ച, ഒരു ദൈവികത കാണാൻ സാധിച്ചാൽ മാത്രമേ അവിടെ നമ്മളെ ഈശ്വരത്വം അല്ലെങ്കിൽ ദൈവികതത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുഞ്ഞു പറഞ്ഞതുപോലെ അത്ഭുതങ്ങളോ അതിശയങ്ങളോ ഒക്കെ കാണിക്കണം. അത് വെറുതെ അത്ഭുതങ്ങളോ അതിശയങ്ങളും പ്രകൃതിയെ കണ്ടു പഠിച്ചു നോക്കൂ. പ്രകൃതി എല്ലാ സമയവും ഒരുപോലെയാണോ? ഓരോ ദിവസവും ഓരോ രൂപത്തിലാണ് അല്ലേ? ഓരോ രൂപത്തിൽ ഓരോ ഭാവത്തിൽ. അപ്പോൾ ആ പ്രകൃതി തന്നെയാണല്ലേ നമ്മുടെ എല്ലാവരുടെയും അമ്മ. അതെ, എനിക്കതേ എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കണം. പ്രകൃതിയാണ് നമ്മുടെ അമ്മ. കാരണം നമ്മുടെ ശ്വാസം, നമുക്ക് കിട്ടുന്ന പ്രാണവായു, നമ്മളെ നിലനിർത്തുന്ന എല്ലാ പ്രാണികളെയും നിലനിർത്തുന്ന പ്രാണവായു ആരാ തരുന്നത്? പ്രകൃതിയാണ്. പ്രകൃതി. അതിന് ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം പരീക്ഷണം നേരിടാം. ഒരു നിമിഷം ദീർഘമായി ശ്വാസം എടുക്കൂ. അമ്മയും ഉണ്ണിയും ഒരുപോലെ. എന്നിട്ട് നിർത്താം. എന്നതിന് ശേഷം എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ പ്രകൃതിയെ മനസ്സിലാകും. എങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു രീതി. ഒരു ഏരിയ മുഴുവനും വായു ഇപ്പോൾ ബ്ലോക്ക് ആവുകയാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണ് പ്രകൃതി. എന്താ സംഭവിക്കുക? നിമിഷ നേരം കൊണ്ടല്ലേ ഒരു രാജ്യമൊക്കെ കടപുഴകി പോകുന്നത്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നതിലേക്ക് ആശ്രയിച്ച് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകണം. കാരണം ഇപ്പോൾ നമ്മൾ പൗരാണികത എല്ലാം വിട്ട് കളഞ്ഞിട്ട് പുതിയ എന്താ പറയുക യുഗത്തിലേക്കൊക്കെ എല്ലാവരും ഓടിയെത്തി. നിരീക്ഷണങ്ങളെല്ലാം വളരെ മേലേക്ക് പോയി. കാരണം മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്ന ബുദ്ധിശക്തിയും എല്ലാ ശക്തികളും കൂടുതലാണ്. ചില ഗുരുക്കന്മാരുടെ ഇത് ഇവിടെ എന്നിട്ട് ദൈവങ്ങൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, ബോധമില്ല എന്നൊക്കെ. അത് വിഡിത്തമല്ലേ മുന്നേ? ദൈവികത എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. പ്രകൃതിക്ക് ബുദ്ധിയും വിവരവും ബോധവും ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കിട്ടുക? സർവശക്തികളുടെ ആധാരമല്ലേ പ്രകൃതി? അതെ. നിങ്ങളുടെയൊക്കെ എത്രയോ തലമുറയ്ക്ക് മുന്നേ തന്നെ പ്രകൃതി എന്ന് പറയുന്നതിനെ ദേവിയായി കണ്ട ഒരു മഹാ കവി ഉണ്ടായിരുന്നു, കാളിദാസൻ. കാളിയുടെ ദാസൻ, നമ്മുടെ ഓമന പുത്രൻ എന്ന് വേണം പറയാം. ആ കാളിദാസൻ രചിച്ച ഓരോ മന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സ്തുതി തന്നെ, ശ്യാമള നീയേറ്റം ഭീമയാകുന്നതേ ഭീമാവിലോചനയാണഹോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹം എഴുതുന്നതാണ്
സർവമന്ത്രാത്മികയാണ്, മന്ത്രങ്ങളുടെ ആത്മാവാണ്, സർവതന്ത്രങ്ങളുടെ ആത്മാവാണ്, യന്ത്രങ്ങളുടെ ആത്മാവാണ്, തീർത്ഥങ്ങളുടെ, ശബ്ദങ്ങളുടെ, നാദങ്ങളുടെ, അല്ലേ, എല്ലാത്തിൻ്റെ ആത്മാവ് നീ തന്നെയാണ്. സർവഗേഹേ ജഗത്മാതൃകേ ജഗന്മാതേ പാഹിമാം പാഹിമാം, ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ്. പാഹിമാം, മാം, അമ്മേ. അപ്പോൾ പ്രകൃതിയെ തന്നെ നമ്മൾ അമ്മയായിട്ട് കാണണില്ലേ? അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി നമ്മളെയൊക്കെ ഇതായത്. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ക്ഷേത്രങ്ങളിൽ പോയ ദൈവങ്ങൾക്ക് അവർ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ ഏറ്റെടുക്കുകയാണ്. നമ്മളെ ദുരിതങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പോഴാണ് ഈ നേർച്ച ഇട്ടിട്ട്, പഴയ കാലത്ത് നേർച്ച കാഴ്ചകളൊന്നുമില്ല. ഗ്രാമാന്തരീക്ഷത്തിലാണ് ആദ്യത്തെ ദേവത സങ്കല്പം ഉടലെടുത്തത്. കാരണം പാടശേഖരങ്ങൾ, കൃഷി, അതിന് വേണ്ടിയിട്ടാണ് ദൈവികതയെ അവർ ആശ്രയിച്ചു തുടങ്ങിയത്. കാലാവസ്ഥ. അപ്പോൾ ഗ്രാമത്തിലെ ഒരു ഗ്രാമമുഖ്യനോ ആരെങ്കിലും ഒരാൾ ഒരു ആലിനെയാണ് ആദ്യം ദൈവമായി കണ്ടത്. ആലിൻ്റെ പ്രത്യേകത അറിയോ കുഞ്ഞിന്? ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന, തണല് നൽകുന്ന. തണൽ മാത്രമല്ല, സകല രോഗാണുക്കളെയും അദ്ദേഹം വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ആലുകളൊക്കെ പോയതിനു ശേഷം രോഗാണുക്കൾ ഇങ്ങനെ പെരുകിയിട്ട് എന്താ പറയുക, കുലംകുത്തി ഒഴുകുകയാണ്. നമ്മൾ ശ്വസിക്കുന്നത് വരെ ഇപ്പോൾ രോഗാണുക്കളാണ്, അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, വൈദ്യശാസ്ത്രം തന്നെ തോറ്റുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് രോഗാണുക്കളെ പോകുന്നത്. ആ കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിമുനിമാർ സദാസമയം വനാന്തരങ്ങളിൽ വിഹരിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന, അതായത് പ്രകൃതി തന്നെ കൊടുക്കുന്ന പ്രകൃതിയുടെ നല്ല അംശങ്ങളെയൊക്കെ എടുത്ത് അവർ യാഗങ്ങൾ നടത്തും. ആ യാഗങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വരുന്ന ബൃഹത്തായ ഊർജം, ആ ഊർജം എന്താകുന്നു? എല്ലാത്തിനെയും പരിപാലിക്കും. സൂര്യചന്ദ്രാദികളുടെ താപത്തെ, സൂര്യൻ്റെ താപത്തെ ശമിപ്പിക്കും, ചന്ദ്രൻ്റെ തണുപ്പിനെ ക്രമീകരിക്കും. അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ആകാശവിധാനത്തിനും ഒക്കെ. ആകാശവിധാനം എല്ലാം ദൂഷിതമായതുണ്ട് ഇപ്പോൾ അല്ലേ? അന്ന് ദൂഷിതമാകാത്ത എന്താ? യാഗത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി. ഇപ്പം നിങ്ങൾ എനർജി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഊർജം. ആ ഊർജം വല്ലാത്തൊരു ഊർജമാണ്. ആ ഊർജം കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം അതിൻ്റേതായ നോർമൽ സ്റ്റേജിലേക്ക് വീണ്ടും വരും, വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ശരീരം ഒന്ന് ഉണർത്തിയെടുക്കണമെങ്കിൽ ചൂടുള്ളത് എന്തെങ്കിലും കുടിച്ചിട്ട്, അപ്പോൾ ശരീരകലകളെല്ലാം, എല്ലാ കോശങ്ങളും ഒന്ന് ഉണർന്ന് ഞാൻ പ്രവർത്തനക്ഷമമായി എന്ന് പറയും, അല്ലേ? അതിനാണല്ലോ പ്രാതൽ കഴിക്കുന്നത്. അതെ. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയെയും അന്ന് ആദ്യകാലങ്ങളിൽ പിന്നെ വന്ന് മഹാരാജാക്കന്മാരുടെ കാലം വന്നപ്പോൾ എന്തായി? യാഗങ്ങൾ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ ഒറിജിനൽ ഔഷധത്തിൽ വെള്ളം ചേർത്തി അവസാനം വരുമ്പോഴത്തേക്ക് അത് ഔഷധം അല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ ആ യാഗത്തിനെ ഇപ്പം ചെയ്തു വച്ചിട്ടുണ്ട്. പക്ഷെ ഇനി തുടങ്ങുന്ന യാഗങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അതാണ് ഇനിയുള്ള, അതിന് വേണ്ടുന്ന മക്കൾക്ക് അത് ചൊല്ലിക്കൊടുത്ത് ആ യാഗങ്ങൾ നടത്തി. യാഗങ്ങൾ നിസ്സാരമല്ല, ശാസ്ത്രമാണ്. അപ്പം അതിൽ ബ്രഹ്മ വിഷ്ണു ദൈവികമായ ശബ്ദത്തിൽ അവർ ദേവിയെ സ്തുതിക്കുന്നതുണ്ട്. ആദ്യയും നിത്യയുമാകും മഹേശ്വരി സത്യവിജ്ഞാനസ്വരൂപയല്ലോ. ജ്ഞാനം മാത്രമല്ല, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ണി? ജ്ഞാനത്തിന് അതീതമായത്, അതായത് ശാസ്ത്രീയമായത്, ശാസ്ത്രത്തെ കൊണ്ട് തെളിയിച്ചെടുക്കുന്നതാണ് വിജ്ഞാനം. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവീകതയിൽ, ഈശ്വരീയതയിൽ ഇപ്പോഴും നിക്ഷിപ്തമാണ്, അല്ലേ? അതിലേക്ക് നമ്മൾ എത്തിയോ? നമ്മുടെ ശാസ്ത്രം എത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കെട്ടുകഥയോ കേൾവിയോ അല്ലെങ്കിൽ മിത്തോ ഒന്നുമല്ല ഹൈന്ദവം എന്ന് എനിക്ക് ഉച്ചരിക്കാൻ തോന്നില്ല. കാരണം ഭാരത സംസ്കാരം എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആ ഹൈന്ദവ സംസ്കാരത്തിൽ പെടുന്ന 33 കോടി ദേവതകളെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും ചേർത്തതാണത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവികമാണ്, ഈശ്വരിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? എല്ലാവരിലും ദൈവമുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് മാത്രം ആളുകൾ വരുന്നു, അമ്മയുടെ അടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നു, അതെന്തുകൊണ്ടാണ്?